നമസ്കാരം. RVS മാത്സ് അക്കാഡമിയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫസ്റ്റ് ഇയറിൻ്റെ ഫസ്റ്റ് മോഡ്യൂളിലെ ബാക്കി പോർഷനിലേക്കാണ് ഇന്ന് പോകുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്തുവാണെന്നാണ് പറയുന്നത്. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ 2 ടൈപ്പിലുണ്ട്. എന്തൊക്കെയാണ് ആ ടൈപ്പ് എന്നും ആ ടൈപ്പ് എങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അത് എങ്ങനെ പ്രോബ്ലം ചോദിച്ചാൽ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിനി പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനാണ്. അപ്പോൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ അതിലൊന്നാണ് ഹോമോജിനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനും രണ്ടാമത്തെ ടൈപ്പാണ് നോൺ ഹോമോജിനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. നമ്മൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ നേരത്തെ കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ +2 ഇങ്ങനെ ഇക്വേഷൻ തന്നിട്ട് സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടില്ലേ? x + y + z = 3, x - y + 2z = 1 or x + 3y + 4z = -1. ഇങ്ങനെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നിട്ട് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രാമേഴ്സ് റൂൾ യൂസ് ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല. x, y, z വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എഴുതും? ax = b എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. a എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് മാട്രിക്സ് ആണ്, x എന്ന് പറയുന്ന അൺനോൺസ് ആണ്, b എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. എന്നിട്ടാണ് നിങ്ങൾ ക്രാമേഴ്സ് റൂൾ അപ്ലൈ ചെയ്യാൻ പഠിച്ചത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ലീനിയർ ഇക്വേഷൻ, എല്ലാവരുടെയും ഡിഗ്രി 1 ആയിട്ടുള്ള ഇക്വേഷൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ഇക്വേഷൻ, അങ്ങനത്തെ ഗ്രൂപ്പ് ഓഫ് ഇക്വേഷനാണ് നമ്മൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് 2 ടൈപ്പിലുള്ള സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഉണ്ട്. അതിലൊരെണ്ണമാണ് ഹോമോജിനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ, രണ്ടാമത്തെ ടൈപ്പാണ് നോൺ ഹോമോജിനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ഹോമോജിനിയസിന് എക്സാമ്പിളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. നോൺ ഹോമോജിനിയസിന് എക്സാമ്പിളാണ് ഇപ്പോൾ ഇവിടെ താഴെ എഴുതിയില്ലേ? x + y + z = 3, അല്ലെങ്കിൽ x - y + 2z = 1, x + 3y + 4z = -1. അത് നിങ്ങളുടെ ax = bയിൽ b എന്നുള്ള ഭാഗം ഉള്ളത്. ഇതാണ് നോൺ ഹോമോജിനിയസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇതേ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഹോമോജിനിയസ് ആവുന്ന എപ്പോഴാന്ന് പറഞ്ഞാൽ ഈക്വൽ ടു കഴിഞ്ഞ് ഇവിടെ കോൺസ്റ്റന്റ് കിടക്കുന്നുണ്ടോ? 3, 1, -1, ഇതെല്ലാവരും അങ്ങ് 0 ആയി പോകും. ഇവരെല്ലാവരും 0 ആയി പോകുന്ന കേസിലാണ് നമ്മൾ തന്നെ എന്തെന്ന് പറയുന്നത്? ഹോമോജിനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. അപ്പോൾ ഹോമോജിനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷന് എക്സാമ്പിൾ എന്ന് പറയുന്നത് x + y + z = 0, 3x - y + z = 0, x - y + 2z = 0. എന്തുവാണ് ഈ രണ്ട് ഇക്വേഷൻ്റെ വ്യത്യാസം? ഇവിടെ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു കഴിഞ്ഞ് കോൺസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഈക്വൽ ടു കഴിഞ്ഞ് 0 ആണ് കിടക്കുന്നത്. അത് തന്നെയാണ് ആ ഇക്വേഷൻ നമ്മൾ തിരിച്ചറിയുന്നത്. അങ്ങനെ തന്നെയാണ്. ഈക്വൽ ടു കഴിഞ്ഞ് എല്ലാവരും 0 ആണെങ്കിൽ അങ്ങനത്തെ സിസ്റ്റം ഓഫ് ഇക്വേഷനെ പറയുന്നതാണ് ഹോമോജിനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. ഈക്വൽ ടു കഴിഞ്ഞ് കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പറയുന്നതാണ് നോൺ ഹോമോജിനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നോൺ ഹോമോജിനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് ഇനി പഠിക്കാൻ ഒരു മെത്തേഡ് ഉണ്ട്. അതാണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ്. ആ ഗോസ് എലിമിനേഷൻ മെത്തേഡ് പഠിച്ചതിന് ശേഷം ഫണ്ടമെന്റൽ തിയറം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ചേർത്ത് നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം ചോദിച്ചാലും അതിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പ്രോബ്ലം. അപ്പോൾ ഞാൻ ഫണ്ടമെന്റൽ തിയറം എന്നും ഗോസ് എലിമിനേഷൻ മെത്തേഡ് ഒന്നും ഇപ്പോൾ എടുത്ത് പറയുന്നില്ല. നമുക്കൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ തന്നാൽ അത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ എല്ലാം പറഞ്ഞു തന്നതിന് ശേഷം അതിൽ ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ഇതിനകത്ത് ഫണ്ടമെന്റൽ തിയറം എന്തായിരുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഈ 2 ടൈപ്പാണ്, ഹോമോജിനിയസും നോൺ ഹോമോജിനിയസും. നിങ്ങളതെങ്ങനെ ഓർത്ത് വയ്ക്കും? ഈക്വൽ ടു കഴിഞ്ഞ് കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ നോൺ ഹോമോജിനിയസ്, ഈക്വൽ ടു കഴിഞ്ഞ് 0 ആണെങ്കിൽ ഹോമോജിനിയസ്. നമ്മൾ സാധാരണ ഭാഷയിൽ ഓർത്ത് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നോൺ ഹോമോജിനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇതിപ്പം ഹോമോജിനിയസ് എന്ന് പറഞ്ഞാൽ ax = 0 ആവുന്ന അവസ്ഥ, നോൺ ഹോമോജിനിയസ് എന്ന് പറഞ്ഞാൽ ax = b ആവുന്ന അവസ്ഥ. ഇതിനാണ് നോൺ ഹോമോജിനിയസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊസീജിയർ പറയട്ടെ. നോൺ ഹോമോജിനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള പ്രൊസീജിയറാണ് ഞാൻ ഈ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നോൺ ഹോമോജിനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എക്സാമ്പിൾ ഇതേയുണ്ട്, ax = b എന്നുള്ള ഫോം. അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മളിത് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, റൈറ്റ് the system of equation as ax = b form. അതിനെ മെട്രിക്സ് ഫോമിൽ എഴുതണം. അതാണ് നമ്മുടെ സ്റ്റെപ്പ് 1. അപ്പോൾ സ്റ്റെപ്പ് 1 എന്താണ്? റൈറ്റ് ദ ഗിവൺ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആസ് ax = b ഫോം. അടുത്ത സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. റൈറ്റ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. അത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അല്ലേ, ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന്. എന്തുവാണ് ഈ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ഈ കോയിഫിഷ്യൻ മെട്രിക്സ് അല്ലേ, ഈ സംഭവത്തിൻ്റെ കോയിഫിഷ്യൻ മെട്രിക്സ് എയും
ഏറ്റവും അവസാനത്തെ കോൺസ്റ്റന്റ് മെട്രിക്സിനെയും കൂടെ ചേർത്ത് ഒരു മെട്രിക്സിനകത്ത് എഴുതുന്നതിനാണ് ഓഗ്മെന്റഡ് മെട്രിക്സ്. അത് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, മെട്രിക്സിൻ്റെ സിമ്പിളിനകത്ത് എ ബി. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് 1 എന്താണ് പറഞ്ഞാൽ, റൈറ്റ് എ എക്സ് ഇസ് ഈക്വൽ ടു ബി. എന്നിട്ട് അതിലെ കോയിഫിഷ്യന്റ് മെട്രിക്സും കോൺസ്റ്റന്റ് മെട്രിക്സിനെയും കൂടെ ചേർത്ത് ഒരു മെട്രിക്സ് ആയിട്ട് എഴുതും. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി. ഇപ്പോൾ ഇവിടുത്തെ ഈ എക്സാമ്പിൾ, ഇവിടെ ഞാൻ ഒരു ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതി കാണിച്ചിട്ടെ. ഈ എക്സാമ്പിളിന് ഞാനിവിടെ എഴുതിയിരിക്കുന്ന ഈ എക്സാമ്പിളിൻ്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി എന്ന് പറഞ്ഞാൽ, എ എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യന്റ് മെട്രിക്സ്. ഇവിടുത്തെ കോയിഫിഷ്യന്റ് മെട്രിക്സ് എന്താണ്, എക്സിൻ്റെ കോയിഫിഷ്യൻ, വൈയുടെ കോയിഫിഷ്യൻ, ഇസിൻ്റെ കോയിഫിഷ്യൻ 1 1 1. രണ്ടാമത്തെ ഇക്വേഷൻ എക്സിൻ്റെ വൈയുടെ ഇസിൻ്റെ കോയിഫിഷ്യൻ 1 - 1 2, 1 - 1 2. അടുത്ത 1 3 4. അതാണ് നിങ്ങളുടെ കോയിഫിഷ്യൻ മെട്രിക്സ് എ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് ഇവിടുത്തെ കോൺസ്റ്റന്റ് 3 1 - 1. ഇങ്ങനെ ഒരു മെട്രിക്സിനകത്ത് ഒന്ന് ചെയ്യുന്നത്, അത് എ എന്ന് പറയുന്ന മെട്രിക്സും ബി എന്ന് പറയുന്ന ആളെ ഒന്ന് ചെയ്യുന്നതിനാണ് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു നോൺ ഹോമോജിനസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ട് സോൾവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എ എക്സ് ഇസ് ഈക്വൽ ടു ബി എഴുതും. അടുത്ത് എന്താ എഴുതേണ്ടത്, അവിടുത്തെ എയും ബിയും കൂടെ ചേർത്ത് ഒന്നിച്ചെടുത്ത് എഴുതും. ആ എഴുതുന്ന ആളെ പറയുന്ന പേരാണ് എന്ത്, ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി. അടുത്തത് എന്തെന്ന് പറഞ്ഞാൽ, ഈ എ ബി എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതുന്നു, അതിനെ നമ്മൾ റോ റെഡ്യൂസ്ഡ് ഫോമിൽ, എക്ലോൺ ഫോമിലാക്കണം നിർബന്ധമില്ല, റോ റെഡ്യൂസ്ഡ് ഫോമിൽ റെഡ്യൂസ് ചെയ്ത് റാങ്ക് ഫൈൻഡിങ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ, സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, റെഡ്യൂസ് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി ടു റോ റെഡ്യൂസ്ഡ് ഫോം, അല്ലെങ്കിൽ റോ ട്രാൻസ്ഫോർമേഷൻ നടത്തുക. റെഡ്യൂസ് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി, reduce augmented matrix AB to റോ റെഡ്യൂസ്ഡ് ഫോം. ചിലപ്പോൾ ചില ടെസ്റ്റിൽ എക്ലോൺ ഫോം തന്നെ പറഞ്ഞിട്ടുണ്ടാവും, നിർബന്ധമില്ല, റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ട് ആക്കിയാലും മതി. എ ബിന് നമ്മൾ എന്താവും, റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് മാറ്റും. ഓക്കെ, അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. ഈ റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ട് ആക്കി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്താ പിന്നെ ചെയ്യുക, റാങ്ക് ഫൈൻഡ് ചെയ്യും. അപ്പോൾ അതാണ് സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞാൽ ഫൈൻഡ് റാങ്ക് ഓഫ് എ ബി. എ ബിയുടെ റാങ്ക് ഫൈൻഡ് ചെയ്യണം, തീർന്നില്ല, റാങ്ക് ഓഫ് എ ഫൈൻഡ് ചെയ്യണം. റാങ്ക് ഓഫ് എ ബിയും ഫൈൻഡ് ചെയ്യണം, റാങ്ക് ഓഫ് എയും ഫൈൻഡ് ചെയ്യണം. അതിനൊപ്പം നമ്പർ ഓഫ് അൺനോൺസും നോക്കി വെക്കണം. നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞ് എഴുതുന്നില്ലേ, അതാണ് നമ്മുടെ നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞാൽ ഫൈൻഡ് റാങ്ക് ഓഫ് എ ബി, റാങ്ക് ഓഫ് എ ആൻഡ് നമ്പർ ഓഫ് അൺനോൺസ്. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് നിങ്ങളുടെ എന്തെന്ന് പറയുന്നത്, ഫണ്ടമെൻ്റൽ തിയറം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള. അപ്പോൾ ഞാനത് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നില്ല, ഞാനത് ഒന്നിച്ച് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ആ 2 ടോപ്പിക്കും കൂടെ പറയുന്നത്. ഗോസ് എലിമിനേഷനും ഫണ്ടമെൻ്റൽ തിയറും കൂടെ ഒന്നിച്ചാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞോട്ടെ, ഈ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും കണ്ടുപിടിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ തിയറം അപ്ലൈ ചെയ്തത്. നിങ്ങളുടെ സ്റ്റെപ്പ് 5 ശ്രദ്ധിച്ചോളൂ. എന്താന്ന് പറഞ്ഞാൽ, ഇഫ് റാങ്ക് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ, റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ആണെങ്കിൽ ദെൻ ദ സിസ്റ്റം ഈസ് കൺസിസ്റ്റൻറ്റ്. then the system is consistent. അതാണ് ഇമ്പോർട്ടൻറ്റ്. if rank of AB equal to rank of A, then the system is consistent. system consistent ആണ്. then the system is consistent. consistent എന്ന് വേറൊന്നുമല്ല, അതിന് സൊല്യൂഷൻ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി മതി. that means the equation has solution. അതിന് സൊല്യൂഷൻ ഉണ്ട്. എപ്പോഴാണ്, if rank of AB equal to rank of A. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 1-2 പേരെങ്കിലും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, എപ്പോൾ റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആയാലോ, റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആയാൽ സിസ്റ്റം കൺസിസ്റ്റൻ്റ് അല്ല, അതിന് സൊല്യൂഷൻ ഇല്ല. അപ്പോഴേ ഇവിടെ തീർന്നില്ല കേട്ടോ. ഈ റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആണെങ്കിൽ ദെൻ ദ സിസ്റ്റം ഈസ് കൺസിസ്റ്റൻ്റ് എന്ന് പറയുന്നിടത്ത് നമുക്ക് 3 കേസ് പഠിക്കാനുണ്ട്. 2 കേസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് 2 കേസായിട്ട് ഞാനിവിടെ പറഞ്ഞുതരാൻ പോവാണ്. ഈ സ്റ്റെപ്പ് 5 കേസ് 1 എന്ന് പറഞ്ഞാൽ, ഇഫ് റാങ്ക് ഓഫ് എ ബി is equal to rank of A, ഉടനെ നമ്മൾ എന്ത് ചെയ്യും, നമ്പർ ഓഫ് അൺനോൺസും കൂടെ ഫൈൻഡ് ചെയ്യാൻ പറ്റില്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ, റാങ്ക് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കും ദ സിസ്റ്റം ഈസ് കൺസിസ്റ്റൻറ്റ് ആൻഡ് ഹാസ് യുണീക്ക് സൊല്യൂഷൻ. സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണ്, യുണീക്ക് സൊല്യൂഷൻ ആണ്. therefore the system is consistent. therefore the system is consistent and has unique solution. സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണ്, അതിന് യുണീക്ക് സൊല്യൂഷനും ആണ് ഉള്ളത്. ഈ ഒരു കണ്ടീഷനെ നമ്മൾ ഫണ്ടമെൻ്റൽ തിയറം എന്ന് പറയുന്നത്. ആ കണ്ടീഷൻസ് ആണ് ഈ എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറയുന്നത്. ഓക്കെ, തീർന്നിട്ടില്ല. കേസ് 2 എന്ന് പറഞ്ഞാൽ, ഈ റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ വരികയും വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് വരികയും ചെയ്താൽ, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് വരികയും ചെയ്താൽ
സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണ് ബട്ട് ഹാസ് ഇൻഫിനിറ്റ് സൊല്യൂഷൻ. റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ വന്നാൽ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. മെയിൻ സ്റ്റേറ്റ്മെൻറ്റേ അതാണ്. പിന്നെയാണ് ഈ നമ്പർ ഓഫ് അൺനോൺസ് ഈക്വൽ ആയാൽ യുണീക്ക് സൊല്യൂഷൻ, നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് എന്ന് വന്നാൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. ദെയർഫോർ ദ സിസ്റ്റം ഈസ് കൺസിസ്റ്റൻറ്റ്. സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണ്. കൺസിസ്റ്റൻറ്റ് മീൻസ് സിസ്റ്റം ഹാസ് സൊല്യൂഷൻ, അതായത് അവിടുത്തെ അൺനോൺസിന് വാല്യൂസ് ഉണ്ട്. സിസ്റ്റം ഈസ് കൺസിസ്റ്റൻറ്റ് ബട്ട് ഹാസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ, അതായത് ഒരുപാട് നമ്പർ ഓഫ് സൊല്യൂഷൻസ് വരാം, ഒരു സൊല്യൂഷൻ അല്ല. എല്ലാം ഈക്വലായിട്ട് വരുമ്പോഴാണ് നമുക്ക് യുണീക്ക് സൊല്യൂഷൻ വരുന്നത്. ഇതേപോലെ കൺസിസ്റ്റൻ്റ് ആണ് പക്ഷേ നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് വരികയാണെങ്കിൽ സിസ്റ്റം ഈസ് കൺസിസ്റ്റൻറ്റ് ആൻഡ് ഹാസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. തീർന്നിട്ടില്ല. ഇനി നമ്മൾ ഇവിടെ തന്നെ ആലോചിച്ചൊരു കാര്യമുണ്ട്. സ്റ്റെപ്പ് 5 തന്നെ കേസ് 1 കേസ് 2 അല്ല, അല്ലാതെ ഇതിൻ്റെ ബാക്കിയായിട്ട് പറയാണ്. ഇഫ് റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആണെങ്കിൽ, ഇഫ് റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ, ദെൻ ദ സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റൻറ്റ്. ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സിസ്റ്റത്തിന് സൊല്യൂഷൻ ഇല്ല. ദെൻ ദ സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റൻറ്റ്. അതായത് ദ സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ. സൊല്യൂഷൻ ഇല്ല. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ എഴുതുന്നതാണ്. കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഉണ്ട്, ഇല്ലെങ്കിൽ സൊല്യൂഷൻ ഇല്ല. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള 2 സ്റ്റെപ്പ്. എന്തൊക്കെയാണ് 2 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഇഫ് റാങ്ക് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആണെങ്കിൽ സിസ്റ്റം ഈസ് കൺസിസ്റ്റൻറ്റ് ആൻഡ് ഹാസ് സൊല്യൂഷൻ. ഇഫ് റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആണെങ്കിൽ സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റൻറ്റ്, അതായത് എന്താ? ദ സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ എന്നാണ് അതിൻ്റെ മീനിങ്. ഇതിൽ തന്നെ ഇഫ് റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ വരികയാണെങ്കിൽ 2 ടൈപ്പ് വരും. എന്തൊക്കെ വരിക? റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ വരുവാണെങ്കിൽ ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസും വരുവാണെങ്കിൽ സിസ്റ്റം ഈസ് consistent and has unique solution. അതേപോലെ if rank of AB equal to rank of A which is not equal to number of unknowns വരുവാണെങ്കിൽ the system is consistent and has infinite number of solution. ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന 2 കാര്യങ്ങളാണ് ഇത് രണ്ടും. ഓക്കെ. അതുപോലെ if rank of AB equal to rank of A പോലെ rank of AB not equal to rank of A വരുവാണെങ്കിൽ system is inconsistent. ഈ പ്രൊസീജിയർ സൈഡിൽ വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പം ഗോസ് എലിമിനേഷൻ മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞതല്ലാതെ ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്തെന്ന് ഞാൻ പറഞ്ഞു തന്നില്ല. കാരണം ഗോസ് എലിമിനേഷൻ മെത്തേഡിൻ്റെ പ്രൊസീജിയറും സെയിം തന്നെയാണ്. വേറൊന്നുമല്ല. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? AX equal to B എന്ന് എഴുതണം. സ്റ്റെപ്പ് 2 ഓഗ്മെൻറ്റഡ് മെട്രിക്സ് AB എഴുതണം. അതിൻ്റെ റാങ്ക് ഫൈൻഡ് ചെയ്യണം. ABൻ്റെ റാങ്ക് ഫൈൻഡ് ചെയ്യണം. റാങ്ക് ഓഫ് A ഫൈൻഡ് ചെയ്യണം. പിന്നെ അടുത്ത റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ABയും ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് തിരിച്ച് AX equal to B എന്ന് എഴുതി ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി സോൾവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഫണ്ടമെൻ്റൽ തിയറി യൂസ് ചെയ്തിട്ടാണ് പ്രോബ്ലം ചെയ്യുന്നത്. അതിൻ്റെ പ്രൊസീജിയർ സെയിം ആണ്. ഗോസ് എലിമിനേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലത്തിനകത്തെല്ലാം നമുക്ക് ഫണ്ടമെൻ്റൽ തിയറി അപ്ലൈ ചെയ്ത് ചെയ്താലും കറക്റ്റ് ആൻസർ തന്നെ കിട്ടുന്നത്. ഓക്കെ. ഇനി പ്രോബ്ലത്തിലേക്ക് പോകാം. കാര്യം മനസ്സിലായില്ല. നമ്മളിപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എങ്ങനെയായിരിക്കുന്നതെന്ന് പഠിച്ചു. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ 2 ടൈപ്പിലുണ്ട്, നോൺ ഹോമോജിനിയസും ഹോമോജിനിയസും. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ടൈപ്പാണ്? നോൺ ഹോമോജിനിയസ്, അതായത് ഈക്വൽ ടു കഴിഞ്ഞ് കോൺസ്റ്റൻ്റ് ഉള്ള ടൈപ്പ് ആൾക്കാരെയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതി. എന്താ അത് എഴുതിയിരിക്കുന്നത്? യൂസിങ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് സോൾവ് എക്സ് പ്ലസ് 2y മൈനസ് ഇസഡ് ഈക്വൽ ടു 3, 3x മൈനസ് y പ്ലസ് 2z ഈക്വൽ ടു 1, 2x മൈനസ് y പ്ലസ് 3z ഇസ് ഈക്വൽ ടു 2, ദെൻ എക്സ് മൈനസ് y പ്ലസ് z ഇസ് ഈക്വൽ ടു -1. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്തെന്ന് ഇതുവരെ പറഞ്ഞേ ഇല്ലെന്ന് ചിന്തിക്കേണ്ട. ഞാൻ പ്രൊസീജിയറിനകത്ത് പറഞ്ഞ അതേ രീതിയിൽ എഴുതിയാൽ മതി. നമുക്ക് ഗോസ് എലിമിനേഷൻ മെത്തേഡിൻ്റെ യുണീക്ക് സൊല്യൂഷൻ തന്നെ നമുക്ക് കിട്ടിക്കൊള്ളും. ഓക്കെ. നമുക്കിപ്പോൾ ആ പറഞ്ഞ പ്രൊസീജിയർ പോലെ തുടങ്ങാം. ഈ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷനെല്ലാം ഈക്വൽ ടു കഴിഞ്ഞ് എന്തുണ്ട്? ഈക്വൽ ടു കഴിഞ്ഞിട്ട് കോൺസ്റ്റൻ്റ് ഉണ്ട്. സോ ഇതൊക്കെ എന്താണ്? എന്ത് തരം ഇക്വേഷനാണ്? ഇതെല്ലാം നോൺ ഹോമോജിനിയസ് ആണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ഇത് നോൺ ഹോമോജിനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നോൺ ഹോമോജിനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ തന്നാൽ നിങ്ങളുടെ സ്റ്റെപ്പ് 1 എന്തുവാണ്? സ്റ്റെപ്പ് 1 എന്ന് നമ്മൾ പറഞ്ഞത് റൈറ്റ് AX ഇസ് ഈക്വൽ ടു B. ഓക്കെ. നമ്മൾ സ്റ്റെപ്പ് 1 എഴുതുവാണ്. AX ഇസ് ഈക്വൽ ടു B. AX ഇസ് ഈക്വൽ ടു B എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോയിഫിഷ്യൻ മെട്രിക്സ് എന്താണ്? ഫസ്റ്റ് നോക്കിക്കേ. ആദ്യത്തെ ഇക്വേഷനിൽ 1 2 -1 1 2 -1. സെക്കൻഡ് ഇക്വേഷനിൽ 3 -1 2 3 -1 2. അടുത്ത തേർഡ് ഇക്വേഷനിൽ 2 -2 3 2 -2 3. അടുത്ത ഇക്വേഷനിൽ 1 -1 1 1 -1 1. ഓക്കെ. നമ്മൾ എന്ത് എഴുതി? നമ്മുടെ കോയിഫിഷ്യൻ മെട്രിക്സ് എഴുതി. അടുത്ത എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ കോൺസ്റ്റൻസ് ആണ്. എക്സ് വൈ ഇസഡ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? 3 1 2 -1 3 1 2 -1 എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യണതെന്ന് പറഞ്ഞാൽ
ഇനി നമ്മൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷനെ ഓഗ്മെന്റഡ് മാട്രിക്സ് എ ബി എഴുതണം. അങ്ങനെയല്ല അടുത്ത സ്റ്റെപ്പ് പറഞ്ഞത് ഓഗ്മെന്റഡ് മാട്രിക്സ് എ ബി ആണ് അടുത്ത് എഴുതേണ്ടത്. സോ ഓഗ്മെന്റഡ് മാട്രിക്സ് എ ബി എഴുതുവാണ്. ഓഗ്മെന്റഡ് മാട്രിക്സ് എ ബി ഇസ് ഈക്വൽ ടു ഓഗ്മെന്റഡ് മാട്രിക്സ് എ ബി എന്ന് പറഞ്ഞാൽ എന്താ കോഎഫിഷ്യന്റ് മാട്രിക്സ് ടുഗദർ വിത്ത് കോൺസ്റ്റന്റ് മാട്രിക്സിനെയാണ് ഓഗ്മെന്റഡ് മാട്രിക്സ് എ ബി എന്ന് പറയുന്നത്. സോ 1 2 minus 1 3 minus 1 2 2 minus 2 3 1 minus 1 1. അടുത്ത കോൺസ്റ്റന്റ് മാട്രിക്സ് എന്ന് പറഞ്ഞാൽ 3 1 2 minus 1. അത് രണ്ടും കൂടെ ചേർത്ത് അങ്ങ് എഴുതി. നമുക്കിത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓഗ്മെന്റഡ് മാട്രിക്സ് എ ബി എഴുതുമ്പോൾ നമുക്ക് 1 മാർക്കാണ് കിട്ടുന്നത്. ഈ എ എന്ന് പറഞ്ഞ മാട്രിക്സും ഈ കോൺസ്റ്റൻസും കൂടി ചേർത്ത് എഴുതുമ്പോഴേക്കും എക്സാമിന് നമുക്ക് 1 മാർക്ക് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫൈൻഡ് ദ റാങ്ക് ഓഫ് എ ബി. എങ്ങനെയാണ്? റോ റിഡക്ഷൻ ചെയ്തിട്ട് റോ റിഡ്യൂസ്ഡ് ഫോമിലേക്ക് മാറ്റിയിട്ട് എക്ലോൺ ഫോം ആക്കണമെന്ന് നിർബന്ധമില്ല, റോ റിഡ്യൂസ്ഡ് ഫോമിലാക്കി നിർത്തിയാലും മതി. അപ്പോൾ ഇതിൻ്റെ റാങ്ക് ഫൈൻഡ് ചെയ്യണം. റാങ്ക് ഫൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ ചെയ്യണേ? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റിന് താഴേക്ക് 0 ആക്കും. ഓക്കെ, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റിന് താഴേക്ക് 0 ആക്കുക എന്ന് പറഞ്ഞാൽ ഇക്വലൻറ്റ് സിമ്പിൾ ഇടേണ്ടേ ഫസ്റ്റ് റോയെ നമ്മൾ അങ്ങ് ഫിക്സ് ചെയ്ത് വെച്ചു. ഫസ്റ്റ് റോ എന്തുവാണ്? 1 2 minus 1 3. ഫസ്റ്റ് റോയുടെ താഴേക്ക് 0 ആക്കാൻ പോകുന്നത്. R2 implies R2 minus 3R1 ആണ്. R2 minus 3R1. R2ലെ ഫസ്റ്റ് എലമെൻറ്റ് എന്താ? 3. 3 minus 3 വരുമ്പോൾ ആദ്യത്തെ എലമെൻറ്റ് 0 ആയി. ഓക്കെ, എൻ്റെ ആദ്യത്തെ ലക്ഷ്യം കഴിഞ്ഞു. അതായത് നമ്മുടെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴേക്ക് 0 ആക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അടുത്ത എലമെൻറ്റ് ഇതേ ആപ്ലിക്കേഷൻ ഇവിടെ കൊടുക്കുമ്പോൾ -1ഉം -3 × 2 എന്ന് പറഞ്ഞാൽ -6 എന്ന് വരും. ദറ്റ് ഈസ് ഇത് -7 ആവും. അടുത്ത് നോക്കിക്കേ, 2 -3 × -1 എന്ന് പറഞ്ഞാൽ 2 + 3 വരും. ദറ്റ് ഈസ് ഈക്വൽ ടു 5. അടുത്ത് നോക്കിക്കേ, അടുത്ത എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. -3 × 3 എന്ന് പറഞ്ഞാൽ -9 ആണ്. അപ്പോൾ 1 - 9 എന്ന് പറഞ്ഞാൽ എന്തായി? -8 എന്നായി. ഓക്കെ, അടുത്ത് R3 implies എനിക്ക് ഈ 2 0 ആവണം. 2 0 ആവാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? മുകളിൽ 2 വന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ R1ൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ അതെവിടെ ചെയ്യുന്നത്? R3 - 2R1. നമ്മൾ ഏത് റോ ഫിക്സ് ചെയ്തിട്ടാണോ താഴോട്ട് 0 ആക്കുന്നത് ആ റോ ഓപ്പറേറ്റ് ചെയ്തിട്ടാണ്, ആ റോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് കറസ്പോണ്ടിങ് റോയാണോ 0 ആക്കുന്നത് അതിലോട്ട് ആ റോയാണ് യൂസ് ചെയ്യുന്നത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, അപ്പോൾ അത് മറന്നു പോരുതേ. അപ്പോൾ ഇവിടെ 2 - 2 ഫസ്റ്റ് എലമെൻറ്റ് 0 ആവുന്നുണ്ട്. അടുത്ത് നോക്കിക്കേ, -2 -4 ആവരുത്. 2 × -2 എന്ന് പറയുമ്പോൾ -4. അതാണ് -2 -4 എന്ന് പറഞ്ഞാൽ -6. അടുത്ത 3ഉം +2 വരുന്നുണ്ട്. 3 + 2 എന്ന് പറഞ്ഞാൽ 5 ആണ്. അടുത്ത് നോക്കിക്കേ, 2 - 6. 2 - 6 എന്ന് പറഞ്ഞാൽ -4 ആണ്. ഓക്കെ, അടുത്ത R4 implies ഇവിടെ 1 ആണുള്ളത്, എനിക്ക് മുകളിൽ 1 ആണുള്ളത്. എനിക്കത് 0 ആവണമെങ്കിൽ രണ്ടിനെയും തമ്മിൽ എന്ത് ചെയ്ത് സബ്ട്രാക്ട് ചെയ്താൽ മതി. അതായത് R4 - R1 ചെയ്താൽ മതി. R4 - R1 ചെയ്യുമ്പോൾ 1 - 1 0 ആണ്. -1 -2 -1 -2 എന്ന് പറഞ്ഞാൽ എന്താ വരേണ്ടത്? -3 ആണ് എടുത്ത് വരേണ്ടത്. ഇവിടെ തേർഡ് എലമെൻറ്റ് എന്ന് പറയുന്നത് 1 ആണ്, മുകളിലുള്ളത് -1 ആണ്. ഇടയ്ക്ക് ഇവിടുത്തെ സിമ്പിൾ മൈനസ് ആയത് കാരണം ഈ -1 എന്ന് പറയുന്നത് 1 + 1 എന്ന് വരും. 1 + 1 ആയത് 2 ആണ്. അടുത്ത് നോക്കിയേ, -1 ആണ് ഇവിടുത്തെ ലാസ്റ്റ് എലമെൻറ്റ്. ഫസ്റ്റ് റോയിൽ ലാസ്റ്റ് എലമെൻറ്റ് 3 ആണ്. ഇടയ്ക്കുള്ള സിമ്പിൾ മൈനസ്. അപ്പോൾ -1 -3 എന്ന് പറഞ്ഞ് ഇവിടെ വരേണ്ടത് -4 ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് 1ൻ്റെ താഴെ 0 ആക്കുക എന്ന് പറഞ്ഞു, അത് 0 ആയി. ഇനി നമ്മൾ എന്താ ചെയ്യുക? അടുത്ത റോ എടുക്കും. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് താഴെ 0 ആയി. അപ്പോൾ നെക്സ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ആരാ? -7. അപ്പോൾ -7നെ നമുക്ക് എന്ത് ചെയ്യണം? -7 ഒന്നും ചെയ്യേണ്ട, -7ൻ്റെ താഴേക്ക് 0 ആക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. -7ൻ്റെ താഴേക്ക് 0 ആക്കാൻ പോവുകയാണ്. ഓക്കെ, -7ൻ്റെ താഴേക്ക് 0 ആക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് റോയെ അതുപോലെ തന്നെ എഴുതി. ഫസ്റ്റ് റോയ്ക്ക് ഇനി ഒരു ജോലിയില്ല. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് താഴെ 0 ആക്കി കഴിഞ്ഞുകൊണ്ട് ഇനി ഒരിക്കലും ഫസ്റ്റ് റോയെ നമ്മൾ അനക്കത്തില്ല. പക്ഷേ സെക്കൻഡ് റോയുടെ താഴേക്ക് 0 ആക്കുന്നത്. അതുകൊണ്ട് സെക്കൻഡ് റോയാണ് ഞാനിവിടെ ഫിക്സ് ചെയ്ത് വയ്ക്കുന്നത്. 0 -7 5 -8. ഓക്കെ, ഇനി ഇവിടെ R3 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എനിക്ക് ഈ -6 0 ആവണം. അതിൻ്റെ തൊട്ട് മുകളിലുള്ളത് -7. സോ ഈ 7 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 6ൻ്റെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്ത് രണ്ടിനെയും കൂടെ എന്ത് ചെയ്താൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്താൽ നമുക്കത് എന്തായി പോകും? 0 ആയി പോകത്തില്ലേ? അതായത് R3യിൽ ഇവിടെ -6 ആവുള്ള, ബട്ട് R2യിൽ 7 ആവുള്ള. സോ 7നെ ഞാൻ R3യിലൂടെ മൾട്ടിപ്ലൈ ആണ്. 7 R3. സോ ഇവിടെ നെഗറ്റീവാണ് വരാൻ പോകുന്നത്. മുകളിൽ നെഗറ്റീവാണ് ഓൾറെഡി ഉള്ളത്. അപ്പോൾ അത് പ്ലസ് ആവണമെങ്കിൽ -6 R2. ഈ 6ൻ്റെ മുകളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ -6 ആണ് മൾട്ടിപ്ലൈ ചെയ്ത്. -6 R2. അപ്പോൾ നോക്കിക്കേ, 6 × 7 മുകളിലും 6 × 7 ആവണം. ഒന്ന് പ്ലസ് ഒന്ന് മൈനസ്. അപ്പോൾ രണ്ടുപേരും എന്തായി? 0 ആയി. അടുത്ത 5 × 7. 5 × 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 35. -6 × 5 അപ്പോൾ -30. 35 - 30 എന്ന് പറയുമ്പോഴേക്കും എന്താ ഇവിടെ? 5 ആണ് വരേണ്ടത്. അടുത്ത് നോക്കിക്കോളേ, 7 × -4. R3യുടെ കൂടെ 7 മൾട്ടിപ്ലൈ ഉണ്ട്. R3യിലുള്ള അടുത്ത എലമെൻറ്റ് -4 ആണ്. അപ്പോൾ -4 × 7 എന്ന് പറഞ്ഞാൽ -28. അടുത്ത മൈനസ് അവിടുത്തെ സിമ്പിൾ എടുക്കുന്നത്. സോ -6 × R2 എന്ന് പറയുമ്പോൾ 6 × -8 ആണ് വരേണ്ടത്. 6 × -8
പ്ലസ് 48 അല്ലേ? അപ്പോൾ -28 പ്ലസ് 48 എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ് വരേണ്ടത്? ഇവിടെ 20 ആണ് വരേണ്ടത്. അടുത്ത് എനിക്ക് വരേണ്ടത് എന്താ? ഈ -3 0 ആക്കണം. ഇവിടെ -3 മുകളിൽ 7, ഒരു ബന്ധമില്ലാത്ത രണ്ട് നമ്പറാണ്. അപ്പോൾ നേരത്തെ പോലെ തന്നെ 7 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 3 മുകളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ R4 ഇംപ്ലൈസ് എന്താ ചെയ്യുന്നത്? ഞാൻ 7 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന 7R4 -3R2. എന്തിനാ -3 മൾട്ടിപ്ലൈ ചെയ്തത്? -3 മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ പ്ലസും ഒരിടത്ത് നെഗറ്റീവ് ആവത്തുള്ളൂ. സോ ഇത് രണ്ടും അങ്ങ് 0 ആയിപ്പോയി. അടുത്ത് നോക്കിക്കോളേ, 2 × 7 എന്ന് പറഞ്ഞാൽ 14 ആണ്. അടുത്ത് ഇവിടുത്തെ R2ലെ തേർഡ് എലമെന്റ് എന്ന് പറഞ്ഞാൽ 5 ആണ്. 5ൻ്റെ കൂടെ -3 എന്ന് പറയുമ്പോൾ -15. സോ ഇത് -1 ആയി. 14 - 15 -1 ആയില്ലേ? അടുത്ത എലമെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ -4 ആണ്. -4 × 7 എന്ന് പറഞ്ഞാൽ -28. -3 × -8 എന്ന് പറയുമ്പോൾ +24. -24ഉം 28ഉം +24 എന്ന് പറയുമ്പോൾ എന്താ വരേണ്ടത്? ബാക്കി -4 ആണ് വന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റിന് താഴെ 0 ആക്കി. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് -7 ആയിരുന്നു, അതിന് താഴെ 0 ആയി. അടുത്ത് നോക്കിക്കേ, തേർഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 5 ആണ്. അപ്പോൾ അതിൻ്റെ താഴേക്കാണ് ഇനി 0 ആക്കേണ്ടത്. ഈ 5ൻ്റെ താഴേക്ക് നമുക്ക് 0 ആക്കണം. സോ അപ്പോൾ ആദ്യത്തെ 2 റോയുടെ ജോലി തീർന്നല്ലോ. ആ 2 റോയെ നമ്മൾ അതുപോലെ തന്നെ എഴുതി വെച്ചു. 1 2 -1 3 0 -7 5 -8 0 0 5 20. അടുത്ത് നോക്കിക്കോളേ, എനിക്ക് R4ലെ ഈ -1ൻ്റെ പ്ലേസിൽ 0 ആക്കണം. സോ R4 ഇംപ്ലൈസ് 5 മൾട്ടിപ്ലൈ ആണ് R4ൻ്റെ കൂടെ, 5R4. അപ്പോൾ ഇവിടെ -5 വരും, മുകളിൽ 5 ഉണ്ട്, അത് രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ മതി. പ്ലസ് R3യുടെ താഴെ 0 ആക്കേണ്ടത്. സോ R3 ആണ് ഓപ്പറേറ്റർ യൂസ് ചെയ്യേണ്ടത്. സോ 0 0 0 വന്നു. ഇനി നോക്കിയാലേ 5 × 4 എന്ന് പറഞ്ഞാൽ 20, ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. സോ -20 + 20 എന്ന് പറയുമ്പോൾ അത് 0 ആയി പോകും. അപ്പോൾ ഒരു റോ ഫുൾ നമുക്ക് 0 ആയിപ്പോയി. ഇനി ഇത് റോ റെഡ്യൂസ്ഡ് ഫോം ആണോ നോക്കിക്കേ. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1, നമുക്ക് ഫസ്റ്റ് എക്ലോൺ ഫോം എന്ന് ആക്കണം നിർബന്ധമില്ല, റോ റെഡ്യൂസ്ഡ് ഫോമിൽ നിർത്തിയിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഓരോ റോ കഴിയുമ്പോഴും 0യുടെ എണ്ണം കൂടുന്നുണ്ടോ. ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് -7ന് മുന്നേ ഉള്ള 0 ഒരെണ്ണം ആണെങ്കിൽ അടുത്ത ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 5ൻ്റെ മുന്നേ 2 0 ഉണ്ട്. അപ്പോൾ തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന റോയിലെ 0യുടെ എണ്ണത്തേക്കാൾ അടുത്ത റോയിൽ 0യുടെ എണ്ണം കൂടി, അതിൻ്റെ അടുത്ത റോയിൽ വീണ്ടും 0യുടെ എണ്ണം കൂടി. ഓക്കെ, അപ്പോൾ റോ റെഡ്യൂസ്ഡ് ഫോം സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിന് ഇനി റാങ്ക് എഴുതാം. ദെർഫോർ റാങ്ക് ഓഫ് AB ഈക്വാലിറ്റി, ഇവിടെ എത്ര നമ്പർ ഓഫ് അൺനോൺസ് റോയാ ഉള്ളത്? നമ്പർ ഓഫ് നോൺ സീറോ റോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിൽ സെക്കൻഡ് റോയിൽ തേർഡ് റോയിൽ എലമെന്റ് ഉണ്ട്, നാലാമത്തെ റോയിൽ എലമെന്റ് ഇല്ല, എല്ലാം 0 ആണ്. സോ 3 ആണ് റാങ്ക് ഓഫ് AB. അപ്പോൾ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞാൽ നമ്മൾ ബി ഉണ്ടായത് ഏറ്റവും ലാസ്റ്റ് കോൺസ്റ്റന്റ് എടുത്ത് ലാസ്റ്റ് കോളം എഴുതിയപ്പോഴല്ലേ നമുക്ക് AB ഉണ്ടായത്. അപ്പോൾ റാങ്ക് ഓഫ് എ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഈ ബി എന്ന് പറയുന്ന കോളത്തിൽ നിങ്ങൾ മറച്ച് വെച്ചാൽ മതി. ബി എന്ന് പറഞ്ഞ കോളം മറച്ച് വെക്കുമ്പോൾ ബാക്കിയുള്ളത് എ ആണ്. അപ്പോൾ ഇതിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞ് നോക്കിക്കുക, റോ റെഡ്യൂസ്ഡ് ഫോമിലുമാണ് ഇത് നിൽക്കുന്നത്. ഇതിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിൽ എലമെന്റ് ഉണ്ട്, സെക്കൻഡ് റോയിൽ എലമെന്റ് ഉണ്ട്, തേർഡ് റോയിൽ എലമെന്റ് ഉണ്ട്, ഫോർത്ത് റോയിൽ എല്ലാവരും 0 ആയി പോയിരിക്കുന്നത്. അപ്പോൾ 3 റോയിൽ എലമെന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ റാങ്ക് എന്തുവാണ്? റാങ്ക് എന്ന് പറയുന്നത് 3 ആണ്. Therefore റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു 3. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്തുവാണ് ഇവിടെ? ഹിയർ റാങ്ക് ഓഫ് AB ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് AB ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ. അപ്പോൾ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണ്, അതായത് സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ട്. അതിനൊപ്പം നമുക്കൊരു കാര്യം കൂടെ നോക്കാം. ഇവിടെ എത്ര അൺനോൺസ് ആവുള്ള? 1 2 3 3 അൺനോൺസ് ആവുള്ള, വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസും ആണ്. അതായത് ഇവിടുത്തെ നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്നതും 3 ആണ്. സോ റാങ്ക് ഓഫ് AB ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ എഴുതുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തത് കാരണം റാങ്ക് ഓഫ് AB ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ എന്താ എഴുതുക? സിസ്റ്റം ഈസ് കൺസിസ്റ്റൻറ്റ് ആൻഡ് ഹാസ് യുണീക്ക് സൊല്യൂഷൻ. സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണ്, അതിന് യുണീക്ക് സൊല്യൂഷനും ആണ്. ദ സിസ്റ്റം ഈസ് കൺസിസ്റ്റൻറ്റ്, ദ സിസ്റ്റം ഈസ് കൺസിസ്റ്റൻറ്റ് ആൻഡ് ഹാസ് യുണീക്ക് സൊല്യൂഷൻ, അതിന് യുണീക്ക് സൊല്യൂഷനും ഉണ്ട്. ഓക്കെ, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ നമ്മൾ ഫൈൻഡ് ചെയ്യണ്ടേ? യൂസിങ് കോസ് എലിമിനേഷൻ മെത്തേഡ് സോൾവ് എന്നാണ് ക്വസ്റ്റൻ. അതായത് XY Z വാല്യൂ ഫൈൻഡ് ചെയ്യണമെന്നാണ്. നമ്മൾ ഈ കിട്ടിയ മെട്രിക്സിലെ ഓഗ്മെന്റഡ് മെട്രിക്സ് AB റെഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യണം. അപ്പം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത്? 1 2 -1 0 -7 5 0 0 5 then 0 0 0 ഇൻറ്റു അടുത്ത നമ്മുടെ അൺനോൺ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ XY Z is equal to 3 - 8 20 0. 3 - 8 20 0 എന്നുള്ള ഫോമിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി വെച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇക്വേഷൻസ് ഫോം ചെയ്യണം. അതായത് എങ്ങനെ ഇതിൻ്റെ ഇക്വേഷൻ ഫോം ചെയ്യണേ? നമ്മൾ നേരത്തെ ഇക്വേഷനിൽ നിന്ന് ഈ മെട്രിക്സ് ചെയ്തതുപോലെ ഇവിടെ ഇപ്പോൾ എൻ്റെ AX = B ഫോം ഉണ്ട്. ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിനകത്ത് നിന്ന് ഇക്വേഷൻ ഫോം ചെയ്യണം. അതായത് 1 × X + 2 × Y - Z is equal to 3. ഓക്കെ, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അപ്പോൾ അതാണ് ഞാനിവിടെ എഴുതുന്നത്.
1 into x ആണ് x പ്ലസ് 2y മൈനസ് ഇസഡ് ഇസ് ഈക്വൽ ടു 3. അടുത്തത് നോക്കിക്കോണേ. 0 ഇൻറ്റു എക്സ് മൈനസ് 7y പ്ലസ് 5z. അപ്പോൾ ആ 0 ഇൻറ്റു എക്സ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. മൈനസ് 7y പ്ലസ് 5z ഇസ് ഈക്വൽ ടു -8. ലാസ്റ്റ് റോയ്ക്കകത്ത് ആദ്യത്തെ രണ്ടുപേര് എലമെൻറ്റ് 0 ആണ്. അപ്പം 0x പ്ലസ് 0y അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. 5z ഇസ് ഈക്വൽ ടു 20. 5z is equal to 20. ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇനി റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എഴുതി കഴിയുമ്പോഴേക്ക് എപ്പോഴും ഇതുപോലെ തന്നെ കിട്ടും. നമുക്ക് ലാസ്റ്റ് എഴുതിയ ഇക്വേഷനിൽ നിന്ന് നിങ്ങളുടെ ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഇക്വേഷൻ 3 എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് എഴുതിയ ഇക്വേഷനിൽ നമുക്ക് ഫസ്റ്റ് സൊല്യൂഷൻ കിട്ടും. 5z equal to 20 നിന്ന് z is equal to 20/5 അല്ലേ. 20/5 എന്ന് പറഞ്ഞാൽ എന്താ? z is equal to 4 എന്ന് കിട്ടി. അതിനെ കൊണ്ട് തൊട്ട് മുമ്പിലത്തെ ഇക്വേഷനിൽ കൊടുത്താൽ -7y പ്ലസ് 5 ഇൻറ്റു ഇസഡിൻ്റെ സ്ഥാനത്ത് 4 is equal to -8 ഓർ -7y പ്ലസ് 20 അതായത് -8 -20. ഈ 5 ഇൻറ്റു 4 20 അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ടാണ് -20 എന്ന് എഴുതിയത്. ഓർ y is equal to -28/-7 which is equal to എന്തോ വരുന്നത് 4. അപ്പോൾ y equal to 4 എന്ന് കിട്ടി. അടുത്ത ഈ കിട്ടിയ രണ്ട് വാല്യൂനെയും കൊണ്ട് ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ 1 ഇംപ്ലൈസ് എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ 4 ആണ് മൈനസ് ഇസഡ് എന്ന് പറഞ്ഞാൽ 4 ഇസ് ഈക്വൽ ടു 3. 2 ഇൻറ്റു 4 8 മൈനസ് 4 എന്താണ്? 8 - 4 4 ആണ്. ആ 4 അപ്പുറത്തേക്ക് പോകുമ്പം എക്സ് ഇസ് ഈക്വൽ ടു 3 - 4 വിച്ച് ഇസ് ഈക്വൽ ടു -1. എക്സിൻ്റെ വാല്യൂ എന്തെന്ന് കിട്ടി? -1 എന്ന് കിട്ടി. Therefore the solution is x y z is equal to -1 4 4. -1 4 4 എന്ന് നമുക്ക് ആൻസർ കിട്ടി. നമ്മുടെ ലാസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയട്ടെ. നമ്മൾ ഇതേപോലെ റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോമിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇതിനെ ഇവിടെ വെച്ച് ഇതിനെ ax equal to b എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഇസഡിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണത്, പിന്നെ അടുത്ത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വൈയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യണത്, പിന്നെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇസഡ് എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അവിടെ ഈ ഒരു ഫണ്ടമെൻ്റൽ തിയറത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡല്ല ഫണ്ടമെൻ്റൽ തിയറം നമുക്ക് സോൾവ് എന്ന് പറഞ്ഞ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നാൽ നമ്മൾ ഇത് രണ്ടും കൂടെ ചേർത്ത് പഠിച്ചു വെച്ചിരുന്നാൽ മതി. നമ്മൾ ഓരോന്ന് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ എപ്പോഴും റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോം അല്ല റോ റെഡ്യൂസ്ഡ് ഫോം ആക്കിയതിന് ശേഷം അതിൻ്റെ റാങ്ക് എത്രയാണെന്ന് നോക്കുക. അതിൻ്റെ ഓഗ്മെന്റഡ് മാട്രിക്സ് എ ബി നോക്കണമെങ്കിൽ എന്തുവാ റാങ്ക് ഓഫ് എയും എന്താണെന്ന് നോക്കുക, നമ്പർ ഓഫ് അൺനോൺസ് എത്രയും നോക്കുക. മൂന്നും ഈക്വൽ ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണ്, അതിന് യൂണീക്ക് സൊല്യൂഷൻ ആണെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വയ്ക്കും. അതിന് നമുക്കൊരു മാർക്ക് കിട്ടും. എന്നിട്ട് ആ തന്നേക്കുന്ന ആളെ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓരോരുത്തർക്കായിട്ട് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി നമ്മൾ ഈ ഫൈൻഡ് ചെയ്യും. ഇനി ഈ കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ തന്നില്ലായിരുന്നോ? അപ്പോൾ അത് ക്വസ്റ്റ്യൻ തന്നതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഇവിടെ എക്സ് പ്ലസ് 2y മൈനസ് ഇസഡ് ഈക്വൽ ടു 3 എന്നായിരുന്നു. ഈ എക്സിൻ്റെ വൈയുടെ ഇസഡിൻ്റെ സ്ഥാനത്ത് ഈ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സിൻ്റെ സ്ഥാനത്ത് -1 പ്ലസ് 2 ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 4 മൈനസ് ഇസഡിൻ്റെ സ്ഥാനത്ത് 4. അപ്പോൾ ഇത് എത്ര കിട്ടണേന്ന് നോക്കിക്കേ. -1 പ്ലസ് 8 - 4. 8 - 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. 4 - 1 എന്ന് പറഞ്ഞാൽ 3. ഈ കോൺസ്റ്റൻറ്റിനെ കിട്ടിയില്ലേ? അപ്പോൾ നമുക്കിത് ആൻസർ കറക്റ്റ് ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ യൂണീക്ക് സൊല്യൂഷൻ വരുന്ന കേസിൽ നിങ്ങളുടെ സിസ്റ്റം ഓഫ് ഇക്വേഷനിൽ എക്സിൻ്റെ വൈയുടെ ഇസഡിൻ്റെ സ്ഥാനത്തൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈപ്പ് യൂണീക്ക് സൊല്യൂഷൻ വരുന്ന ടൈപ്പിൽ പ്രോബ്ലം ചെയ്തു. നമുക്ക് ഇതേപോലത്തെ ടൈപ്പ് ഒരെണ്ണം കൂടെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഷോ ദാറ്റ് ദ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 6, 3x plus y plus z is equal to 8, then minus x plus y minus 2z is equal to -5, minus 2x plus 2y minus 3z is equal to -7 are consistent and solve them. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ എന്താ ചോദിച്ചത്? ആ ഇക്വേഷൻ യൂസിങ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്നാണ് പറഞ്ഞത്. നമുക്ക് ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്ന് വന്നാലും ഫണ്ടമെൻ്റൽ തിയറം അപ്ലൈ ചെയ്യേണ്ട പ്രോബ്ലം വന്നാലും നമ്മൾ എങ്ങനെ ചെയ്യും? ഞാൻ പറഞ്ഞ ആ ഒറ്റ പ്രൊസീജിയറിൽ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് രണ്ടിലുള്ള കേസിലായാലും നമുക്ക് ആൻസർ വന്നോളൂ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താ? ഇത് ഹോമോജിനസ് ആണോ നോൺ ഹോമോജിനസ് ആണോ? ഈക്വൽ ടു കഴിഞ്ഞ് കോൺസ്റ്റന്റ് ഉള്ളത് കാരണം ഇത് നോൺ ഹോമോജിനസ് ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്ന് എടുത്ത് എഴുതാം. എ എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻ മെട്രിക്സ് ആണ്. ആദ്യത്തെ ഇക്വേഷൻ എക്സിൻ്റെ കോയിഫിഷ്യൻ 1, വൈയുടെ കോയിഫിഷ്യൻ 1, ഇസിൻ്റെ കോയിഫിഷ്യൻ 1. രണ്ടാമത്തെ ഇക്വേഷൻ എക്സിൻ്റെ കോയിഫിഷ്യൻ 3, വൈയുടെ കോയിഫിഷ്യൻ 1, ഇസിൻ്റെ കോയിഫിഷ്യൻ 1. അതിൻ്റെ അടുത്ത ഇക്വേഷൻ എക്സിൻ്റെ കോയിഫിഷ്യൻ -1, വൈയുടെ കോയിഫിഷ്യൻ 1, ഇസിൻ്റെ കോയിഫിഷ്യൻ -2. അതിൻ്റെ അടുത്ത ഇക്വേഷൻ എക്സിൻ്റെ കോയിഫിഷ്യൻ -2, വൈയുടെ കോയിഫിഷ്യൻ 2 ആൻഡ് ഇസിൻ്റെ കോയിഫിഷ്യൻ -3 ഇൻറ്റു അൺനോൺസ് എന്തൊക്കെയാണ്? എക്സ് വൈ ഇസഡ് ഇസ് ഈക്വൽ ടു അടുത്ത് നോക്കിക്കേ ഏറ്റവും അവസാനത്തെ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ 6, 8,
-5 -7 6 8 -5 -7 Ax equal to b എന്ന് പറഞ്ഞ് എഴുതി. സ്റ്റെപ്പ് 2 എന്താണ്? നമ്മളെപ്പോഴും കയ്യിൽ പ്രൊസീജിയർ വെച്ചേക്കുക, എന്നിട്ട് അത് നോക്കി എഴുതുക. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ നമുക്കടുത്ത് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി ആണ് എഴുതേണ്ടത്. ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി എന്ന് പറഞ്ഞാൽ ആദ്യം കോയിഫിഷ്യന്റ് മെട്രിക്സ് 1 1 1 3 1 1 -1 1 -2 -2 2 -3 കോയിഫിഷ്യന്റ് മെട്രിക്സ് എഴുതി. ഇവിടുത്തെ കോൺസ്റ്റന്റ് മെട്രിക്സ് 6 8 -5 -7. ഓക്കെ, അപ്പം എയും ബിയും കൂടെ ചേർത്ത് എഴുതി. ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി ആയി. അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മൾ ഒരു മാർക്ക് കിട്ടി. ഇനി അടുത്ത് എന്താണ്? റാങ്ക് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ റാങ്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് ഇതിനെ റോ റെഡ്യൂസ് ചെയ്യണം. ആദ്യത്തെ റോയെ നമ്മളൊന്നും ചെയ്യത്തില്ല. ആദ്യത്തെ റോയെ നമ്മൾ അങ്ങനെ തന്നെ എഴുതി. കാരണം ആദ്യത്തെ റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിന്റെ താഴെ 0 ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആദ്യത്തെ റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അതിന്റെ താഴേക്ക് 0 ആക്കാനാണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ താഴേക്ക് 0 ആക്കുക എന്നാണ് ഇവിടെ 3 ആവുള്ള. 3 0 ആവാനായിട്ട് R2 ഇംപ്ലൈസ് R2 -3 R1. ഇവിടെ 1 × 3 -3 വരത്തില്ലേ? -3 + 3 കൂടി ആകുമ്പം ഇയാളങ്ങ് 0 ആയി. അടുത്ത R2 എന്ന് പറയുന്നത് 1 -3 × 1 1 -3. അപ്പോൾ ഇവിടെ -2 വന്നു. അടുത്ത എലമെന്റ് 1 -3 × ഇവിടെ മുകളിലുള്ളത് 1. അപ്പോൾ 1 -3 -2 ആണ്. അടുത്ത എലമെന്റ് 8 ആണ്. -3 × 6 എന്ന് പറഞ്ഞാൽ -18 ആവും. 8 - 18 എന്തുവാണ്? -10 ആയി അല്ലേ? ഓക്കെ, അടുത്ത് നോക്കിക്കോളേ. അടുത്ത എന്താ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത്? ഈ -1നെ 0 ആക്കണം. അപ്പോഴേക്കും അതിന് വേണ്ടിയിട്ട് R3 ഇംപ്ലൈസ് R3 + R1. കാരണം എന്തുവാ? ഇവിടെ -1 മുകളിൽ +1 രണ്ടിനെയും കൂടെ അങ്ങ് ആഡ് ചെയ്താൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടിക്കോളും? 0 കിട്ടിക്കോളും. സോ ദിസ് ഈക്വൽ ടു ഇത് 0 ആയി. -1 + 1. അടുത്ത 1 + 1 +1 വരുമ്പോൾ ഇവിടെ എന്താ പറയുന്നത്? 2. അടുത്ത എലമെന്റ് ഇവിടെ -2, മുകളിലത്തെ എലമെന്റ് -2 + 1. സോ ഇത് -1. അടുത്ത ഇവിടുത്തെ എലമെന്റ് എന്താ? -5. അതേ സ്ഥാനത്ത് R1ലെ എലമെന്റ് എന്താ? 6. -5 + 6 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ 2 -1 1 എന്ന് വന്നു. ഓക്കെ ആണല്ലോ. ഇനി എനിക്ക് ആവശ്യം എന്താ? ഈ -2നെ 0 ആക്കണം. അപ്പോൾ -2നെ 0 ആക്കാനായിട്ട് R4 ഇംപ്ലൈസ് R4 + 2 R1. അപ്പോൾ ഇത് -2 മുകളിലത്തത് +2 ആവും. അപ്പോഴേക്കും അതെന്തായി പോവും? 0 ആവും. ഫസ്റ്റ് എലമെന്റ് 0 ആവും. അടുത്ത് നോക്കിക്കേ, 2 + 2 എന്ന് പറയുന്നത് 4 ആവും. അടുത്ത -3 ഇവിടെ വരുന്നത് -3 മുകളിലത്തെ എലമെന്റ് 1 ആണ്. 1 × 2 -3 + 2 വരുമ്പോഴേക്കും ഇത് -1 ആവും. അടുത്ത് നോക്കി, ഇവിടെ -7 ഉണ്ട്. -7 + 2 × 8 എന്ന് പറഞ്ഞാൽ പ്ലസ് എത്രയാണ് വരുന്നത്? 16. -7 + 16 എന്ന് പറയുമ്പോഴേക്കും അത് -15 ആവുന്നുണ്ട്. കറക്റ്റ് അല്ലേ? സോറി, -7 + 16 ഒരു മിനിറ്റ് മാറിപ്പോയതാണ്. R4 + 2 R1 ആണ്. അപ്പോൾ ഞാൻ ഇവിടെ നോക്കിക്കുക, R4ൻ്റെ ലാസ്റ്റ് എലമെന്റ് -7 -7 + 2 × 8 അല്ല 2 × 6 ആണ്. സോ ഇത് 12 ആണ്. -7 + 12 എന്ന് പറയുമ്പോൾ ഇവിടെ വരേണ്ടത് എന്താണ്? വെറും 5 ആണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ 4 -1 5 ആണ്. എനിക്കിവിടെ മിസ്റ്റേക്ക് വന്നതാണ്. അടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് താഴെ 0 ആക്കിയ പോലെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് -2 അയാളുടെ താഴേക്ക് 0 ആക്കാൻ പോവാണ്. സോ ആദ്യത്തെ 2 റോയിൽ നിന്നും ഒരു ചേഞ്ചും ഇല്ലാണ്ട് അതുപോലെ തന്നെ നമ്മൾ എഴുതുന്നു. എന്തൊക്കെയാണ്? 1 1 1 6 അതുപോലെ എഴുതി. 0 -2 -2 -10 അതുപോലെ എഴുതി. ഇനി നമ്മൾ ചെയ്യുന്നത് -2ൻ്റെ താഴെയുള്ള ഈ 2നെ 0 ആക്കണം. അതിന് വേണ്ടിയിട്ട് R3 ഇംപ്ലൈസ് R3 + R2. സോ 2 - 2 0 ആവും. അപ്പോൾ ഇത് രണ്ടും 0 ആയി. ഇനി -1 + R2 എന്ന് പറയുമ്പോൾ -2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് -3 ആവുന്നുണ്ട്. ഇനി ഇവിടെ ഓൾറെഡി 1 ഉണ്ട്. 1 + -10 എന്ന് പറയുമ്പോഴേക്കും 1 - 10 എന്ന് പറയുമ്പോൾ ഇവിടെ -9 വരുന്നുണ്ട്. ഇനി എനിക്കിവിടെ 4നെ 0 ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് R4 ഇംപ്ലൈസ് R4 -2 × R2. സോ ഇത് രണ്ടും 0 ആയി. അടുത്ത് നോക്കിക്കോളേ, -1 -2 × -2 എന്ന് പറയുമ്പോൾ അത് +4 ആവും. -2 × -2 +4. അപ്പോൾ -1 + 4 എന്ന് പറയുന്നത് ഓക്കെ R4 -R2 അല്ല, R4 + R2 ആണ്. R4 + R2 വരുമ്പോഴാണ് ഫസ്റ്റ് എലമെന്റ് ഇവിടെ 4ഉം 2 × -2 വരുമ്പം 4 - 4 അത് 0 ആവത്തുള്ളൂ. ഞാനിവിടെ മൈനസ് ഇട്ടിരുന്നെങ്കിൽ ഇത് +ആയി 4 + 4 8 ആയി പോയിന്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ -1 മുകളിലത്തെ എലമെന്റ് 2 × -2 എന്ന് പറയുമ്പോഴേക്കും അത് -4 ആവണം. അപ്പോൾ -1ഉം -4ഉം കൂടി ഇവിടെ വരേണ്ടത് -5 ആണ്. അടുത്ത എലമെന്റ് ഇവിടെ എന്താ ഉള്ളത്? 5 ആണ്. അടുത്ത 2 × R2 എന്ന് പറയുമ്പോഴേക്കും ഇവിടെ R2ൻ്റെ സ്ഥാനത്ത് -10 ആണുള്ളത്. സോ 5 -20 എന്നാണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു -15 ഇവിടെ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിന്റെ താഴേക്ക് 0 ആയി. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിന്റെ താഴേക്ക് 0 ആയി. തേർഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിന്റെ താഴേക്ക് 0 ആയി. ഓക്കെ, അപ്പോൾ ഇനി എന്തുവാണ് നമ്മുടെ ആവശ്യം? തേർഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് താഴേക്ക് 0 ആയില്ല, ആക്കണം. അപ്പോൾ അത് 0 തേർഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് താഴേക്ക് നമ്മൾ 0 ആക്കാൻ പോവാണ്.
അപ്പോൾ ഫസ്റ്റ് 2 റോയും അതുപോലെ തന്നെ എഴുതി 1 1 1 6 0 -2 -2 -10 അടുത്ത റോയെ 0 0 -3 -9 എന്ന് എഴുതി. ഈ എൻ്റെ ആവശ്യം ഈ തേർഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലിമെൻറ്റ് താഴെയുള്ള ഈ -5നെ 0 ആക്കണം. സോ R4 ഇംപ്ലൈസ് 3 × R4. നിങ്ങൾക്കറിയാം ഇങ്ങനെ ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെ കിടന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യുകയോ ആഡ് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ 3 × R4 വരുമ്പോൾ ഇവിടെ 15 ആവും. മുകളിൽ ഞാൻ -5 R3 ചെയ്യുക. അപ്പോൾ അതങ്ങ് പ്ലസ്സും ആവും. ഓക്കെ, അപ്പോഴേക്കിത് 0 0 0. അടുത്ത് നോക്കിക്കേ 3 × 15 -5 × 19 അതും 0 ആയി പോവാണ്. അപ്പോൾ ലാസ്റ്റ് റോ മൊത്തത്തിൽ എന്തായിപ്പോയി, നമുക്ക് 0 ആയിപ്പോയി. ഇനി നോക്കിക്കേ ഇനി എത്ര റോയാണ്, നമുക്കിത് റോ റെഡ്യൂസ്ഡ് ഫോമിലാക്കിയാൽ എക്ലോൺ ഫോമിലാക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ട് ആയി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ റാങ്കാണ് നോക്കേണ്ടത്. റാങ്ക് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു 3. റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു, റാങ്ക് ഓഫ് എ എങ്ങനെ ഫൈൻഡ് ചെയ്യണത്, ഏറ്റവും ലാസ്റ്റ് ബി എന്ന് പറയുന്ന കോളം മറച്ച് വെച്ചിട്ട് ഇനി എത്ര റോയാണ് ഇവിടെയുള്ള 1 2 3 3 റോയിലാണ് എലമെൻ്റ് ഉള്ളത്. സോ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 3 ആണ്. റാങ്ക് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ 3 റോയിൽ എലമെൻ്റ് ഉള്ളതുകൊണ്ട് റാങ്ക് ഓഫ് എ ബി 3 എന്ന് എഴുതി. അങ്ങനെ രണ്ടും ഈക്വൽ ആയി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ നോക്കുന്ന സാധനമാണ് നമ്പർ ഓഫ് അൺനോൺസ്. നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ്, അതും XY Z എന്ന് പറയുമ്പോൾ 3 ആണ്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്തുവാണ്, ഇഫ് റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ which is equal to number of unknowns. Rank of AB is equal to rank of A which is equal to number of unknowns. Equal to number of unknowns ആണെങ്കിൽ നമ്മൾ എന്താണ് എഴുതുന്നത്, therefore the system is consistent. Therefore the system is consistent and has unique solution. കൺസിസ്റ്റൻറ്റുമാണ്, യുണീക്ക് സൊല്യൂഷനാണ്. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത് അതേപോലെ തന്നെ അല്ലേ പ്രോബ്ലം വന്നത്. ഇനി നമ്മളിപ്പോൾ അതിന് എന്താ ചെയ്യുക, ഈ കൺസിസ്റ്റൻ്റ് ആൻഡ് യുണീക്ക് സൊല്യൂഷൻ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതും, AX = B എന്നുള്ള ഫോമിൽ വീണ്ടും ഇതിന് ഇക്വേഷനായിട്ട് എഴുതും. അപ്പോൾ നമുക്കിനി ഇക്വേഷനായിട്ട് എഴുതാം. മെട്രിക്സ് ഇവിടെ ഉണ്ട്. ഈ മെട്രിക്സ് നോക്കിക്കോളൂ. ഞാനിവിടെ അതിൻ്റെ ഇക്വേഷൻ എഴുതാൻ പോവുകയാണേ. 1 സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ആദ്യം 1 1 1 0 -2 -2 then 0 0 -3 ഏറ്റവും ലാസ്റ്റ് റോ മൊത്തത്തിൽ 0 ആണ് ഇൻറ്റു അൺനോൺ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ XYZ. സോ XYZ is equal to ഏറ്റവും അവസാനം കിട്ടിയിരിക്കുന്ന കോൺസ്റ്റൻറ്റ് എന്തൊക്കെയാണ്, 6 -10 -9 0 ലാസ്റ്റ് കോൺസ്റ്റൻറ്റ് എഴുതി. അപ്പോൾ നമ്മൾ ഈ മെട്രിക്സിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, AX = B എന്നുള്ള ഫോമിൽ എഴുതി. ഇനി ഇതിൻ്റെ ഇക്വേഷൻ ഫോം ചെയ്തേ, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ദറ്റ് ഈസ് X + Y + Z is equal to 6. അടുത്ത് 0 × X -2Y -2Z is equal to -10. അടുത്ത് -3Z is equal to -9. ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഇക്വേഷൻ 3 എഴുതി. -3Z is equal to -9 ആദ്യം സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരും, Z is equal to -9/-3 which is equal to 3 എന്ന് കിട്ടി. ഈ വാല്യൂവിനെ കൊണ്ട് ഇക്വേഷൻ 2 കൊടുക്കുമ്പോൾ -2y -6 equal to -10. -2 × 3 ആണ് -6 എന്ന് എഴുതുക. -2y is equal to -10 + 6 എന്ന് വരും അല്ലേ, -6 അപ്പുറത്തേക്ക് പോകുമ്പോൾ. അപ്പോൾ -2y is equal to -4 എന്നാവും. y is equal to -4/-2 which is equal to 2 എന്ന് കിട്ടി. അപ്പോൾ y is equal to 2 എന്ന് കിട്ടി. അടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത്, ഈ ഇസെറ്റിനെയും വൈനെയും കൊണ്ട് ഇക്വേഷൻ 1 കൊടുക്കുമ്പം ഇക്വേഷൻ 1 എങ്ങനെയായി മാറും, x + 2 + z എന്ന് പറയുന്നത് 3 is equal to 6 or x is equal to 6 - 5. 5 എവിടുന്ന വന്നത്, 2 + 3 5 ആണ്, അത് അപ്പുറത്തേക്ക് പോയതാണ് 6 - 5. സോ x is equal to 1 എന്ന് കിട്ടി. Therefore the solution XYZ is equal to 1 2 3. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ഇത് കറക്റ്റാണോ നോക്കണമെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഏതെങ്കിലും ഒരു ഇക്വേഷൻ, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്ന ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് എക്സിൻ്റെ ഇസഡിൻ്റെ സ്ഥാനത്ത് വാല്യൂ ഇട്ട് നോക്കിയേ. 1 + 2 + 3 = 6 കിട്ടുന്നില്ല. ഈ വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സെയിം ആൻസർ തന്നെ കിട്ടുന്നുണ്ട്, ഈ കോൺസ്റ്റന്റ് തന്നെ കിട്ടുന്നുണ്ട്. ഇതിൽ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, ഇപ്പോൾ 3 × 1 3 + 2 5 5 + 3 8 കിട്ടുന്നുണ്ട് ഉണ്ടോ. അപ്പോൾ നമ്മൾ ഈ കിട്ടുന്ന സൊല്യൂഷൻ കറക്റ്റ് ആണോ എന്ന് അറിയാം, യുണീക്ക് സൊല്യൂഷൻ ആണെങ്കിൽ കറക്റ്റ് ആണെന്ന് അറിയാം. നിങ്ങളുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തുവാ, നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് റാങ്ക് ഓഫ് AB = റാങ്ക് ഓഫ് A which is equal to number of unknowns ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പഠിച്ചു, നമുക്ക് യുണീക്ക് സൊല്യൂഷൻ ആണ്, സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്, യുണീക്ക് സൊല്യൂഷനും ആണ്. റാങ്ക് ഓഫ് AB = റാങ്ക് ഓഫ് A വരുമ്പോഴാണ് സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. റാങ്ക് ഓഫ് AB ≠ റാങ്ക് ഓഫ് A വരുമ്പോഴോ സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളേ. എക്സാമിൻ ഫോർ കൺസിസ്റ്റൻസി
examine for consistency and solve the following equation and solve the equation. X plus y plus 2z is equal to 2 comma 2x minus y plus 3z is equal to 2 comma 5x minus y plus 8z is equal to 10. ഇതാണ് നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ. എന്തായാലും തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്തുവാണ്? നോൺ ഹോമോജിനിയസ് ആണ്. ഈക്വൽ ടു കഴിഞ്ഞ് കോൺസ്റ്റന്റ് ഉണ്ട്. അപ്പം ഗോസ് എലിമിനേഷൻ മെത്തേഡ് ആണോ ഫണ്ടമെന്റൽ തിയറം ആണോ ഒന്നും നോക്കത്തില്ല. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? എ എക്സ് ഈക്വൽ ടു ബി എന്ന് എഴുതണം. സോ എ എക്സ് ഈക്വൽ ടു ബി എന്ന് എഴുതുവാണ്. എ എന്ന് പറഞ്ഞ കോയിഫിഷ്യൻ മെട്രിക്സ് ആണ്. ഫസ്റ്റ് ഇക്വേഷനിലെ കോയിഫിഷ്യൻ 1 1 2, സെക്കൻഡ് ഇക്വേഷനിലെ കോയിഫിഷ്യൻ 2 - 1 3, അടുത്ത ഇക്വേഷനിലെ കോയിഫിഷ്യൻ 5 - 1 8 ഇൻറ്റു അൺനോൺസ് എക്സ് വൈ ഇസെഡ് ഈസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ 2 2 10. ഓക്കെ, ഇനി ഇത് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അടുത്ത് എന്താ എഴുതേണ്ടത്? ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി എഴുതുമ്പോൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി ഈസ് ഈക്വൽ ടു നോക്കിയേ നമ്മുടെ കോയിഫിഷ്യൻ മെട്രിക്സ് 1 1 2 2 - 1 3 5 - 1 8ഉം ഇവിടുത്തെ കോൺസ്റ്റൻസ് 2 2 10ഉം കൂടെ നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി എഴുതി. ഓക്കെ, അടുത്തെന്താ ചെയ്യേണ്ടത്? വിച്ച് ഈസ് ഈക്വലൈൻ ടു നമ്മൾ ആദ്യത്തെ റോയെ 1 1 2 2 എന്നെടുത്ത് എഴുതി. റോ 2 R2 implies R2 minus 2R1. R2 minus 2R1 is equal to 0. അടുത്ത് -1ഉം -2 വരുമ്പോഴേക്ക് എന്താ പറയുന്നത്? -1ഉം -2 വരുമ്പോൾ ഇവിടെ -3. ഇവിടുത്തെ സെക്കൻഡ് എലമെൻറ്റ് -1 ആണ്. -2 × 1 എന്ന് പറയുമ്പോൾ -2, അങ്ങനെയാണ് ഇവിടെ -3 വന്നത്. അടുത്ത് സെക്കൻഡ് റോയിലെ തേർഡ് എലമെൻറ്റ് 3 ആണ്. -2 × 2 എന്ന് പറയുമ്പോഴേക്കും അവിടെ -4. അപ്പോൾ 3 - 4 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയേണ്ടത്? -1. അടുത്ത് നോക്കിക്കേ, R2ലെ ഫോർത്ത് എലമെൻറ്റ് എന്ന് പറയുന്നത് 2 ആണ്. -2 × R1ലെ ഫോർത്ത് എലമെൻറ്റ് എന്ന് പറയുമ്പോൾ 2, -2 × 2 -4 ആണ് വരുന്നത്. അപ്പോൾ 2 - 4 എന്ന് പറഞ്ഞാൽ -2. ഓക്കെ, അടുത്ത R3 implies R3 minus 5R1 എന്ന് ഞാൻ എഴുതുവാണ്. R3 minus 5R1 വരുമ്പോൾ എങ്ങനെയാണ്? ഇവിടെ 5ഉം മുകളിൽ -5ഉം വരുമ്പം 0. അടുത്ത ഓൾറെഡി R3ൽ -1 ഉണ്ട്. R1ലെ സെക്കൻഡ് എലമെൻറ്റ് 1 ആണ്. അതിൻ്റെ കൂടെ -5 മൾട്ടിപ്ലൈ ചെയ്യുമ്പം -5. അപ്പോൾ -1ഉം -5ഉം കൂടെ എന്താ വരണ്ടേ? -6. അടുത്ത് R3ലെ തേർഡ് എലമെൻറ്റ് 8. -5 × 2 എന്ന് പറഞ്ഞാൽ -10. അപ്പോൾ 8 - 10 എന്ന് പറഞ്ഞാൽ -2 ആണ്. അടുത്ത് R3ലെ ഫോർത്ത് എലമെൻറ്റ് 10 ആണ്. -5 × 2 എന്ന് പറയുമ്പോൾ എന്താ പറയേണ്ടത്? -10. സോ 10 - 10 0. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആയിരുന്നു. അതിൻ്റെ താഴേക്കുള്ള ആൾക്കാരെല്ലാം നമ്മൾ 0 ആക്കി. അടുത്ത് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് -3 ആണ്. അതിൻ്റെ താഴെയുള്ള ആളെ 0 ആക്കുകയാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നോക്കിക്കേ, വിച്ച് ഈസ് ഈക്വലൈൻ ടു ഫസ്റ്റ് റോയെ നമ്മളൊന്നും ചെയ്യത്തില്ല, കാരണം അയാൾക്ക് ഇനി ജോലിയൊന്നുമില്ല, അയാൾ അങ്ങ് എഴുതി വെച്ചു. സെക്കൻഡ് റോയുടെ താഴെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? 0 ആക്കേണ്ടത്. അപ്പോൾ 0 -3 -1 -2നെയും ഫിക്സ് ചെയ്ത് വെച്ചു. R3 എന്ന് പറയുന്നതിൻ്റെ ഈ -6 അല്ലേ 0 ആക്കേണ്ടത്? -6 0 ആക്കാൻ ഈ -3യുടെ കൂടെ -2 മൾട്ടിപ്ലൈ ചെയ്ത് അത് 6 ആവും. -6 + 6 0 ആകത്തില്ലേ? സോ R3 implies R3 - 2R2. സോ അത് രണ്ടും 0 0 എന്നായി. അടുത്ത എലമെൻറ്റ് നോക്കിയാൽ R3 എന്ന് പറഞ്ഞാൽ -2 -2 × -1 എന്ന് പറയുമ്പോൾ +2 വരുന്നുണ്ട്. സോ ആ എലമെൻറ്റും 0 ആയി അല്ലേ? അതിൻ്റെ അടുത്ത് നോക്കിയാൽ ഇവിടെ 0 ആണുള്ളത്. 0 അടുത്ത് എന്താ പറയേണ്ടത്? 0 നമുക്കിവിടെ ഉള്ളത് -2 × -2 എന്ന് പറയുമ്പം +4 വരുന്നുണ്ട്. 0 + 4 എന്ന് പറയുമ്പോൾ 4. ഇനി റാങ്ക് ഓഫ് എ ബി എഴുതാം. നമ്മുടെ എക്ലോൺ ഫോം അല്ല, റോ റെഡ്യൂസ്ഡ് ഫോം ആയില്ലേ? റാങ്ക് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു, ഓരോ റോയിലും 0യുടെ എണ്ണം കറക്റ്റാണ്. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഓരോ റോ കഴിയുമ്പോൾ 0യുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഈ തേർഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെ 0 ആക്കാൻ ഇനി അവിടെ റോ ഒന്നും ഇല്ല. അപ്പോൾ നമ്മളിത് റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ട് ആക്കി കഴിഞ്ഞു. ഇതിൻ്റെ റാങ്ക് എത്രയാണ്? എത്ര റോയിൽ എലമെൻ്റ് അല്ല? ഫസ്റ്റ് റോയിൽ എലമെൻ്റ് ഉണ്ട്, സെക്കൻഡ് റോയിൽ എലമെൻ്റ് ഉണ്ട്, തേർഡ് റോയിൽ എലമെൻ്റ് ഉണ്ട്. അപ്പോൾ റാങ്ക് ഓഫ് എ ബി 3 ആണ്. അടുത്ത റാങ്ക് ഓഫ് എ നോക്കുമ്പോൾ ലാസ്റ്റ് കോളം ഒന്ന് മറിച്ച് വെച്ച് ബീനെ ഒന്ന് മറച്ചു വെച്ച് കഴിയുമ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സിനകത്ത് എത്ര റോയാണ് ഉള്ളത്? 2 റോയിൽ മാത്രമാണ് എലമെൻ്റ് ഉള്ളത്. മൂന്നാമത്തെ റോ ഇവിടെ ഉണ്ട്, പക്ഷെ മൂന്നാമത്തെ റോയിൽ എല്ലാവരും എന്തായി പോയേക്കാണ്? 0 ആയി പോയേക്കാണ്. സോ 2 റോയിൽ മാത്രമേ എലമെൻ്റ് ഉള്ളൂ. അപ്പോൾ ആ 2 റോയിൽ എലമെൻ്റ് ഉള്ളൂ എന്നുള്ളതുകൊണ്ട് റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു 2. ഓക്കെ, അപ്പം ആദ്യമായിട്ട് എന്ത് വന്നു? നമുക്ക് റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ എന്ന് വന്നു. നമ്മുടെ കണ്ടീഷൻ ഓർമ്മയുണ്ടോ? റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആണെങ്കിൽ പിന്നെ സൊല്യൂഷൻ ഒന്നും കണ്ടുപിടിച്ച് സമയം കളയേണ്ട കാര്യമില്ല. കാരണം എന്താ? ഈ റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ വന്ന system is inconsistent. That means the system has no solution. Therefore, the system is
Therefore, the system is inconsistent. സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആണ്, അതായത് ആ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഇല്ല. therefore there is no solution. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെ ടൈപ്പ് പ്രോബ്ലം ആയിട്ടുണ്ട്? ഇപ്പം റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് വരുവാണെങ്കിൽ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണ്, യുണീക്ക് സൊല്യൂഷൻ ആണ്. ആ ടൈപ്പിലെ പ്രോബ്ലം കഴിഞ്ഞു. അതുപോലെ റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ വരുവാണെങ്കിൽ സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അങ്ങനത്തെ ടൈപ്പിലെ പ്രോബ്ലം ആയി. ഇനി നമുക്ക് എന്ത് ടൈപ്പ് പ്രോബ്ലമാണ് ബാക്കിയുള്ളത്? റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ വന്നിട്ട് വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ്. അങ്ങനത്തെ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം നമുക്കിനി ബാക്കിയാണ്. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന എങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലം ആയിരിക്കും? റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ വരികയും വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് വരുന്ന ടൈപ്പ് പ്രോബ്ലം ആണ് ഇനി നമുക്ക് ചെയ്യാനുള്ള പ്രോബ്ലം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഞാൻ തനിയെ ചെയ്യാൻ തരാം, കാരണം ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോൾവ് 2x1 plus x2 plus 2x3 plus x4 is equal to 6. Then 6x1 minus 6x2 plus 6x3 plus 12x4 is equal to 36. Then 4x1 plus 3x2 plus 3x3 minus 3x4 is equal to minus 1. Then 2x1 plus 2x2 minus x3 പ്ലസ് x4 is equal to 10. ഇതൊരു യൂണിവേഴ്സിറ്റി എക്സാമിന് ഉണ്ടായിരുന്ന ക്വസ്റ്റൻ ആണ്. ഇവിടുത്തെ നമ്പർ ഓഫ് അൺനോൺസ് 4 ആണ്. 4 പേരുണ്ട്. x1 x2 x3 x4 എന്ന് പറഞ്ഞാൽ 4 പേരാണ് നമ്പർ ഓഫ് അൺനോൺസ്. പിന്നെ ഇതെന്തുവാ, എനിക്ക് യുണീക്ക് സൊല്യൂഷൻ കിട്ടുന്ന ക്വസ്റ്റൻ ആണ്. റാങ്ക് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണ്. അതായത് റാങ്ക് ഓഫ് എ ബിയും 4 ആണ്, റാങ്ക് ഓഫ് എയും 4 ആണ്, നമ്പർ ഓഫ് അൺനോൺസ് 4 ആണ്. യുണീക്ക് സൊല്യൂഷനാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ തനിയെ ചെയ്ത് നോക്കിക്കോളുക. ഇതൊരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞാൽ 3 വേരിയബിൾ മാത്രമേ വരുള്ളൂ എന്ന് ചിന്തിക്കരുത്. ഇതുപോലെ 3-ൽ കൂടുതൽ വേരിയബിൾസും നമുക്ക് വരാം.